ഇന്ന് ഞാനൊരു ഫേസ് പാക്ക് ഇടുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എങ്കിൽ പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. ഞാൻ ഈ ഫേസ് പാക്ക് യൂഷ്വലി യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം എൻ്റെ ഫേസൊക്കെ ഷേവ് ചെയ്തിട്ട് കുറേ നാളായിരുന്നു. നല്ലപോലെ ഹെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ആദ്യം നല്ല ഹെയർ റിമൂവ് ചെയ്തിട്ട് ഫേസ് പാക്ക് ഇടാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഒരു റോസ് വാട്ടറിൻ്റെ ഒരു ജെല്ല് എന്നാണ്. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. അതിങ്ങനെ നമ്മൾ റേസർ വെച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് എനി കൈൻഡ് ഓഫ് ജെല്ല് യൂസ് ചെയ്യാം, ലൈക്ക് അലോവേര ജെല്ല് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും യൂസ് ചെയ്യാം. കാരണം സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ റേസർ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഇഞ്ചുറീസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, മുറിവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വെച്ച് ഫേസ് ഒന്ന് ഇതുപോലെ വെറ്റാക്കുക. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, അലോവേര എന്തെങ്കിലും ഉപയോഗിക്കുക. ഞാനിവിടെ ഒരു റോസ് വാട്ടറിൻ്റെ ജെല്ല് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കാർമേസിയുടെ ഒരു ഫേഷ്യൽ റേസറാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രൊമോഷനോ ഒന്നുമല്ല, ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിച്ചതാണ് ഈ ഫേഷ്യൽ റേസർ. ഞാൻ വാങ്ങിച്ചതിനകത്ത് ഇത് 3 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, 3 ഫേഷ്യൽ റേസറായിട്ട് വരുന്നത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു ഫേഷ്യൽ റേസർ, ഒരു ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന പറഞ്ഞു, അങ്ങനത്തെ ഉള്ളൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫോർഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ ടിഷ്യൂ പേപ്പറിൽ കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഹെയർ ഫുള്ള് എൻ്റെ ഫേസിൽ റിമൂവ് ചെയ്യുന്നുണ്ട്, കവിളിലെയും എല്ലായിടത്തെയും. എന്നിട്ട് ഹെയർ റിമൂവ് ചെയ്തിട്ട് എൻ്റെ ഐബ്രോസൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ മറ്റേ പാക്ക് ഇടുന്നത്. കുറച്ച് ലെങ്തി വീഡിയോ ആണ് എനിക്കറിയാം, കാരണം ഫുള്ള് ഇത് വീഡിയോ ഞാൻ റേസർ ഉപയോഗിക്കുന്ന ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തായി പോയത്. നിങ്ങൾ എന്തെങ്കിലും കുറവുകളുണ്ട് എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ കട്ടൊന്നും വരാതെ സൂക്ഷിച്ച് ഉപയോഗിക്കണേ. പിന്നെ ഈ കാർമേസിയുടെ ഫേഷ്യൽ റേസർ എനിക്കൊരു നല്ലതായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനിങ്ങനെ അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്, കുറച്ചൊരു കേർവ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ സ്മൂത്തായിട്ട് ഗ്ലൈഡായി പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഇഞ്ചുറി ഒന്നും വരത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടുക, അല്ലെങ്കിൽ ചിലപ്പം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ റേസർ ഉപയോഗിച്ചാൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഹെയർ റിമൂവ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ഹെയറാണ് ഉള്ളതെന്ന്. പിന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫേസൊക്കെ ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഓവറായിട്ട് വരുമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഫേഷ്യൽ റേസർ ഞാൻ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നത്, എനിക്കങ്ങനെ ഹെയർ ഓവറായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന പോലെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ കവിളിലൊക്കെ ചെയ്യുമ്പം കവിളൊന്ന് വീർപ്പിച്ച് പിടിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെൻ്റെ നോർമൽ ഫോണിൻ്റെ ക്യാമറയിലാണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ഈവനിങ് ടൈം, അതുകൊണ്ട് റൂമിൻ്റെ അകത്തുള്ള വെളിച്ചമേ ഉള്ളൂ, സൺലൈറ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവ് തോന്നുന്നത്, ലൈറ്റ് കുറവുള്ള പോലെ തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ഹെയർ റിമൂവ് ആവുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ താടി, കവിള് എല്ലായിടത്തെ ഹെയർ റിമൂവ് ആക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ഐബ്രോ ഷേവ് ചെയ്യുന്ന സാധനം, ആ ഒരു റേസർ. ഇതെന്ന് പറയുന്നത് നല്ല തീരെ ചെറുതാണ്, ഐബ്രോയ്ക്ക് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഓൾറെഡി എൻ്റെ 2 ഐബ്രോയും 2 ഷേപ്പും, എനിക്കങ്ങനെ ഐബ്രോ ഒന്നും അധികമില്ല, കുറച്ചേ ഉള്ളൂ. ഷേപ്പും ഞാൻ എന്തെങ്കിലും ചെയ്ത് പോകുക എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് ഐബ്രോ ഷേപ്പ് ചെയ്യാൻ പോവാത്തത്. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഒറ്റയ്ക്ക്, എനിക്കറിയില്ല അങ്ങനെ കാര്യമായിട്ട്. പിന്നെ വല്ല എക്സ്ട്രാ വല്ല ഹെയറും ഉണ്ടെങ്കിൽ എടുക്കും എന്നല്ലാണ്ട് ഷേപ്പ് ചെയ്യാൻ അറിയില്ല. ഓൾറെഡി എൻ്റെ ഐബ്രോ 2 ഷേപ്പിലൊക്കെയാണ് ഉള്ളത്. ഞാനായിട്ടത് ഷേപ്പ് ചെയ്ത് കുളവാക്കണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതേലങ്ങനെ കൂടുതൽ പണിയൊന്നുമില്ല. ജസ്റ്റ് ഓവറായിട്ട് അവിടെ ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന മാത്രം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവർ റുട്ടീൻ. ഇനി നമുക്ക് നമ്മുടെ ഞാനിത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഫേസ് പാക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തു. പിന്നെ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് നവര അരി എന്ന് പറഞ്ഞ്, അതൊരു നവര അരിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച്, അതിൽ നിന്ന് കുറച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പാലാണ്.
ഞാൻ എടുത്തേക്കുന്ന പശുവും പാലാണ്. നിങ്ങൾക്ക് പശുവും പാലാണ് ഏറ്റവും നല്ലത്. ഇൻ കേസ് മിൽക്ക് അലർജി ഉള്ളവരാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് എടുക്കുക. പക്ഷേ പശുവും പാലാണ് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ യൂസ് ചെയ്തിട്ട്. ആദ്യം അതിനെ ഇങ്ങനെ പാലുപയോഗിച്ച് കട്ടയില്ലാണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം കട്ട വരാണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ നോക്കിയപ്പം കുറച്ച് പൊടി കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് വീണ്ടും മിക്സ് ആക്കുന്നുണ്ട് നല്ലപോലെ. ഇത് ഞാൻ പാലും കുറച്ച് വെള്ളം കൂടെ മിക്സാക്കിയതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം പെട്ടെന്ന് ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുന്നുണ്ട്. ഒരു പിള്ളേർക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെറിയൊരു കുറുക്കായിട്ടെടുക്കുക. നിങ്ങളതിൻ്റെ പാത്രമൊന്നും മൈൻഡാക്കണ്ട, കാരണം അത് ഗ്യാസിൽ വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നല്ലപോലെ കുറുക്കിയെടുക്കുക. തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് അടി പിടിക്കും. എന്നിട്ട് കുറച്ച് സമയം എടുക്കുക, ഒന്ന് കുറുക്കിയെടുക്കുക. അത്യാവശ്യം കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യേണ്ടത്. കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ് എടുക്കും. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ കണ്ടോ അവരിങ്ങനെ കുമ്പള പോലെ വരുന്ന ആ ഒരു തിളയൊക്കെ വന്ന് കുറുകാൻ തുടങ്ങി. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും കുറുകി വരുന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ലപോലെ കുറുകാൻ നോക്കിയിരുന്ന അവസാനം തണുക്കുമ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടൂല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കീപ്പ് ഇറ്റ് ഫോർ 2-3 മിനിറ്റ്സ്. അത് കൂളാവാൻ വേണ്ടി വയ്ക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിപ്പം ഓവർ നിങ്ങൾക്ക് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന ആ ഒരു പരുവത്തിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം അതവിടെ വയ്ക്കുക, കുറച്ച് തണുക്കാൻ വേണ്ടി. നല്ലപോലെ തണുക്കണ്ട, ചെറിയൊരു ചൂടോടെ. എന്നിട്ട് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നു. ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മമാഅർത്തിൻ്റെ ചിയാ സീഡ് എന്ന് പറഞ്ഞൊരു ഫേസ് വാഷാണ്. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. എന്നിട്ട് ഞാൻ ഈ ഫേസ് പാക്ക് ഓൾറെഡി, നിങ്ങൾക്ക് ആവി പറക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അതിന് ചൂടില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചൂടിൽ ഫേസ് ഓൾ ഓവർ ദ ഫേസ് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റീം എടുക്കുന്നത് നല്ലതാണ്, കാരണം നമ്മുടെ പോർസൊക്കെ ഓപ്പണായിട്ട് നല്ലപോലെ ആ ഒരു ഫേസ് പാക്കിൻ്റെ എഫക്റ്റ് കിട്ടും. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രബും കൂടി ഉപയോഗിക്കാം ഈ സമയത്ത്. മീൻസ് ബിഫോർ അപ്ലൈയിങ് പാക്ക് നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകി സ്റ്റീമൊക്കെ പിടിച്ച് നല്ലൊരു സ്ക്രബൊക്കെ ഇട്ട് പോർസൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ എഫക്റ്റ് നല്ലപോലെ കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടാണ് ഈ പാക്ക് ഇടുന്നത്. ഇപ്പം ഇത് ഓൾ ഓവർ ദ ഫേസിലിടുക, ഇൻക്ലൂഡിങ് നെക്ക് ഇടാൻ നോക്കുക. ഞാനിപ്പോൾ നെക്കൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ ഇടുമ്പോൾ നെക്കിലൂടെ ഇടാൻ ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ കുറച്ച് ലേസി അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇടാത്തത്. പിന്നെ എൻ്റെ ഹൈ നെക്കും കൂടാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്കിലും കൂടി ഇടുക, നെക്കിലും കൂടി ഇടുന്നതാണ് നല്ലത്. പിന്നെ ഈ ഫേസ് പാക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു മിറാക്കിൾ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. ഫോർ എ വെരി ലോങ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഫീൽ എ സച്ച് ഡിഫറൻസ്. ഇപ്പോൾ എൻ്റെ ഫേസ് പാക്ക് കുറച്ച് കൂൾ ആൻഡ് ഡ്രൈ ആയി. ഫുള്ളി ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവണ്ട, പാർഷ്യൽ ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഇപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നുമില്ല, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഞാൻ ഡ്രൈ ആക്കുന്നതാണ്. എൻ്റെ ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒരു ഡിഫറൻസ് മേ ബി മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആക്ച്വലി ദിസ് പാക്ക് ഈസ് വെരി നൈസ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഫോർ മീ ടു റിഡ്യൂസ് മൈ ഡൾനെസ്. പിന്നെ സ്കിൻ നല്ല സ്മൂത്ത് പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ